മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ 1 രാജാവ് 10:1 മുതൽ 3 വരെ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്യും. 1 Kings chapter 10 verse 1-3 പറയുന്നത് എന്താണ്? സോളമന് അളവറ്റ ജ്ഞാനം ദൈവം കൊടുത്തു. ഈ ജ്ഞാനം എന്ന് പറയുന്നത് നന്മയെ തിരിച്ചറിയാനുള്ള വലിയൊരു കഴിവാണ്. അതാണ് നമുക്കുണ്ടാവേണ്ടത്. സ്നേഹപൂർവ്വം ഓർപ്പിക്കുക. ഒരു ദിവസം അക്ബർ ചക്രവർത്തി വേഷം മാറി സഞ്ചരിക്കുകയായിരുന്നു. ഒരാൾക്കൂട്ടം അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ചക്രവർത്തി അവിടത്തേക്ക് നടന്നെത്തി. ഒരാൾ അവിടെ ചെണ്ട കൊട്ടുന്നുണ്ടായിരുന്നു. അയാൾ വിളിച്ചു പറയുന്നു, ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ കണ്ണുകളെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു മഹാത്ഭുതം നടക്കാൻ പോവുകയാണ്. വലിയ ആൾമാറാട്ടം. ഈ കലാവിദ്യയിൽ ലോകത്തിലെ ഒന്നാമൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടും. ആദ്യമായി ഒരു കാളയുടെ രൂപത്തിൽ. അത് പറഞ്ഞത് അയാൾ ചെണ്ട കൊട്ടി. കൊടുന്നനവേ കൂടാരത്തിന്റെ മറനീക്കി ഒരു കൂറ്റൻ കാള പുറത്തിറങ്ങി. അയാളുടെ അഭ്യാസങ്ങൾ കണ്ട് ജനം ഉച്ചത്തിൽ കൈയടിച്ചു. അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യനെ പറ്റി ജനം ഉഗ്രൻ വേഷം എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചു. അവിടെ കിടന്ന വൈക്കോൽ കൂടി തിന്നിട്ടാണ് കാള അകത്തേക്ക് പോയത്. ജനം ഉച്ചത്തിൽ കൈയടിച്ചു. വേഷം മാറിയ ചക്രവർത്തിയും സർവം മറന്ന് കൈയടിച്ചു. പക്ഷെ ഒരാൾ ദൂരെ മാറി എല്ലാം കണ്ടു നിന്നിരുന്നു. അയാൾ കൈയടിച്ചില്ല. എല്ലാവരും പോയപ്പോൾ അയാൾ ഒരു കല്ലെടുത്ത് കാളയുടെ പാദം ലക്ഷ്യമാക്കി എറിഞ്ഞു. എന്തോ മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം, കൊള്ളാം, ഉഗ്രൻ കാള തന്നെ എന്ന് പറയുകയും ചെയ്തു. ചക്രവർത്തി ഇതെല്ലാം ശ്രദ്ധിച്ചു. അദ്ദേഹം ഈ യുവാവിന്റെ അടുത്തേക്ക് വന്നു. എന്താണ് സുഹൃത്തെ ഉഗ്രൻ എന്ന് പറഞ്ഞത്? യുവാവ് പുഞ്ചിരിയോടെ പറഞ്ഞു, അതൊരു കാള തന്നെയാണ്. ഞാനൊരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ കാള തൊലി അനക്കി വേദന പ്രകടിപ്പിച്ചു. വേഷം കെട്ടിയ ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. മിടുക്കൻ. ചക്രവർത്തി അവനെ അഭിനന്ദിച്ചു. എന്താണ് നിന്റെ പേര്? അദ്ദേഹം ചോദിച്ചു. ബീർബൽ. നീ എന്റെ കൂടെ പോരുന്നോ? ഒരു നിമിഷം ചക്രവർത്തിയെ അടിമുടി ശ്രദ്ധിച്ചിട്ട് അയാൾ പറഞ്ഞു, ഉത്തരവ് തിരുമേനി. കൈകൂപ്പി വിനയഭാവത്തിൽ ബീർബൽ അത് പറഞ്ഞപ്പോൾ ചക്രവർത്തി നടുങ്ങി തെറിച്ചു. ഇവൻ എങ്ങനെ തന്നെ മനസ്സിലാക്കിയെന്നോർത്ത് അദ്ദേഹം അത്ഭുതം കൂറി. അങ്ങയുടെ വേഷം ഉഗ്രനായിരിക്കും. പക്ഷെ ഒരു ചക്രവർത്തിയായ അങ്ങയുടെ വാക്കുകളിൽ കൂടി വ്യത്യാസം വരുത്തേണ്ടതായിരുന്നു. ബീർബൽ പുഞ്ചിരിയോടെ പറഞ്ഞു. അക്ബറിന് ആ മറുപടി വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അന്ന് തന്നെ രാജസദസ്സിലേക്ക് ബീർബലിനെ കൂട്ടിക്കൊണ്ടുപോയി. സത്യം സത്യമെന്നും തിന്മ തിന്മയെന്നും വിവേചിച്ചറിയാനുള്ള കഴിവാണ് ബുദ്ധിശക്തിയുടെ അടയാളം. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.